അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഇന്ന് നമ്മൾ 16ാമത്തെ ചാർട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ ഈ പഠനം മധുരം ക്ലാസ്സിലൂടെ അൽഹംദുലില്ലാഹ് ചാനലിലൂടെ പഠിക്കുന്നതെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് പോലും പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അവരൊക്കെ ആ സന്തോഷം അറിയിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മയും അവരെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചുള്ള ചാർട്ടാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ സിഫത്തുകൾ. ആരാധനയ്ക്ക് അർഹനായ അള്ളാഹുവിന് ഉണ്ടായിരിക്കൽ നിർബന്ധമായ 20 സിഫത്തുകൾ ഉണ്ട്. ഇവകൾക്കാണ് വാജിബായ സിഫത്തുകൾ എന്ന് പറയുന്നത്. വാജിബുകളുടെ നേർ വിപരീതങ്ങളുള്ള 20 മുസ്തഹീൽ അഥവാ ഉണ്ടാകാൻ പാടില്ലാത്ത വിശേഷണങ്ങളാണ്. ഉണ്ടാകാനും ഉണ്ടാകാതിരിക്കാനും പറ്റുന്ന ഒരു വിശേഷണം കൂടിയുണ്ട്. അതാണ് ജായിസായ സിഫത്ത്. അതായത് ഇവിടെ വാജിബ് കാണിച്ചു, വാജിബുണ്ട്, കണ്ടോ? വാജിബ്, വാജിബാത്ത്, പിന്നെ മുസ്തഹീല്, അവസാനം ജായിസ്, അല്ലേ? അപ്പൊ 3 വിഭാഗത്തിലുള്ള സിഫത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആ സിഫത്ത് നമുക്കൊന്ന് പരിചയപ്പെടാം. അള്ളാഹുവിന് വാജിബായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥസഹിതം കൊടുത്തിട്ടുണ്ട്. നോക്ക്, നമുക്ക് ഇന്നത്തെ കാലത്ത് ചാർട്ടിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഈ മദ്രസകളിൽ നമ്മുടെ ഈ ചാർട്ട് കാണാൻ വളരെ പരിമിതമായ സമയമേ നമുക്ക് മദ്രസകളിൽ കുട്ടികളെ കിട്ടുന്നുള്ളൂ. ഇതിനുള്ളിൽ എല്ലാം കൂടെ പഠിപ്പിക്കാൻ ചിലപ്പോൾ ഉസ്താദന്മാർക്ക് കഴിഞ്ഞെന്നിരിക്കത്തില്ല. പക്ഷെ ഈ ഒരു ചാർട്ട് അവിടെ ഭിത്തിയിൽ ഇങ്ങനെ തൂങ്ങുന്ന കാണുമ്പോഴേ കുട്ടികൾ തനിയെ പഠിച്ചോളൂ. ഒരു പ്രാവശ്യം നമ്മൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പൊ അതിനൂടെ ഉപകരി എന്ന് പറയുന്നത് എന്താണ്? അതിലുപരി നമുക്കൊരു എന്ന് പറഞ്ഞാൽ ഈ വാജിബായ സിഫത്ത് അവന്റെ ജീവിതത്തിൽ മറക്കാതിരിക്കാനുള്ള ഒരു പാട്ടുണ്ട് ഇതിനകത്ത്. എന്താണ്? അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ. അത് നമുക്കൊന്ന് പാടി നോക്കാം. അള്ളാഹുവിന് വാജിബായ സിഫത്ത് 20, എൻ പൊന്നുമക്കളെ പഠിക്കൽ വാജിബാണത്. അള്ളാഹുവിന് വാജിബായ സിഫത്ത് 20, എൻ പൊന്നുമക്കളെ പഠിക്കൽ വാജിബാണത്. 1 വുജൂദാണ് ഖിദം, പിന്നെ ബഖാ, 3 റബ്ബിനെന്നും ചെയ്യ് സനാ. 4 അൽ മുഖാലഫത്തുൻ ലിൽ ഹവാദിസി, പിന്നെ വാജിബാണ് ഖിയാമും ബിനഫ്സി. അൽ വഹ്ദാനിയത്ത് ഖുദ്റത്ത് ഇറാദത്ത്, ഇൽമു ഹയാത്ത്, പിന്നെ സമഉ ബസർ, പിന്നെ കലാമാണ് റബ്ബിനുള്ള സിഫത്ത്, ക്ഷണം ലഭിച്ചിടുവാൻ നാളെ ജന്നത്ത്. ദാനിയത്ത് ഖുദ്റത്ത് ഇറാദത്ത്, അൽ വഹ്ദാനിയത്ത് ഖുദ്റത്ത് ഇറാദത്ത്, ഇൽമു ഹയാത്താണ്, പിന്നെ സമഉ ബസർ, പിന്നെ കലാമാണ് റബ്ബിനുള്ള സിഫത്ത്, പഠിക്കണം ലഭിച്ചിടുവാൻ നാളെ ജന്നത്ത്. വാജിബാണ് കൗനുഹു തആല ഖാദിറ, കൗനുഹു മുരീദൻ വ കൗനുഹു ആലിമാ, കൗനുഹു ഹയ്യൻ വ കൗനുഹു സമീഅ, കൗനുഹു ബസീറൻ വ കൗനുഹു മുതകല്ലിമാ. അള്ളാഹുവിന് വാജിബായ സിഫത്ത് 20, എൻ പൊന്നുമക്കളെ പഠിക്കൽ വാജിബാണത്. 1 വുജൂദാണ് ഖിദം, പിന്നെ ബഖാ, 3 റബ്ബിനെന്നും ചെയ്യ് സനാ. വാജിബായ സിഫത്ത് ഒന്ന് പരിചയപ്പെടാം. 1 വുജൂദ്, അർത്ഥം എന്താണ്? ഉണ്ടായിരിക്കുക. അള്ളാഹു ഉണ്ടായിരിക്കുക എന്ന് പറയുന്നതിന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട വിഷയങ്ങളാണ് ഓരോ. നമ്മൾ ഈ അർത്ഥം തൽക്കാലം ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇത് ഓരോ ഉസ്താദന്മാരും ഇന്ന് വിശദീകരണങ്ങൾ നൽകും. അത് നമ്മുടെ ഈമാൻ ഉറപ്പിക്കാനുള്ള സിഫത്തുകളാണിത്. മൊത്തം അള്ളാഹുവിന് എത്ര സിഫത്തുകളുണ്ട്? 41 സിഫത്തുണ്ട് മൊത്തത്തിൽ. അപ്പൊ വാജിബ് 20, മുസ്തഹീല് 20, ജായിസ് 1, അങ്ങനെയാണ് വരുന്നത്. അപ്പൊ നോക്കിയോ, 1 വുജൂദ്, 2 ഖിദം, പണ്ടേ ഉള്ളവനായിരിക്കുക, ബഖാ, എന്നും ശേഷിക്കുക. അള്ളാഹുവിന് ഉണ്ടാവേണ്ട വിശേഷണങ്ങളാണ് പറയുന്നത്. 4 മുഖാലഫത്തുൽ ഹവാദിത്തി, സൃഷ്ടികളോട് വ്യത്യാസമുള്ളവനായിരിക്കുക. ഒരു വസ്തുവും കൊണ്ട് അള്ളാഹുമായിട്ട് നമുക്ക് സാദൃശ്യം പറയാനൊക്കത്തില്ല. 5 ഖിയാമും ബിൻ നഫ്സി, നിരാശ്രയൻ. 7 ഖുദ്റത്ത്, 8 ഇറാദത്ത്, ഉദ്ദേശം. എല്ലാത്തിനും അള്ളാഹുത്തിനുണ്ട്. ഒരു ലക്ഷ്യത്തിലാണ് ഇതെല്ലാം, ഈ ലോകം മുഴുവനും എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ ഒരു ഉദ്ദേശത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഒരു ലക്ഷ്യമില്ലാതെ പോവുമല്ല. 9 എന്താണ്? ഇൽമ്. 10 ഹയാത്ത്. 11 സമഅ്. ഹയാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവൻ.
അള്ളാഹു താല മയ്യിത്തല്ല, അള്ളാഹു താല എന്നും ജീവിച്ചിരിക്കുന്നവനാ അല്ലേ. പിന്നെ സമഅ കേൾവി, ബസർ കാഴ്ച, 13 കലാം സംസാരം, ഇതെല്ലാം അള്ളാഹുവിനുണ്ട്. പക്ഷെ നമ്മൾ സങ്കല്പിക്കുന്നത് പോലുള്ള സംസാരവും കേൾവിയും കാഴ്ചയൊന്നും അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ കുറിച്ച് ഒരുപാട് പഠിക്കാനുണ്ട് ഇതൊക്കെ. ഇനി അടുത്തത് കൗനുഹു ഖാദിറൻ, കഴിവുള്ളവനായിരിക്കുക. കൗനുഹു മുരീദൻ, ഉദ്ദേശിക്കുന്നവനായിരിക്കുക. കൗനുഹു ആലിമൻ, അറിവുള്ളവനായിരിക്കുക. കൗനുഹു ഹയ്യൻ, ജീവനുള്ളവനായി. കൗനുഹു സമീഅൻ, കേൾവിയുള്ളവനായിരിക്കുക. കൗനുഹു ബസീറൻ, കാഴ്ചയുള്ളവനായിരിക്കുക. കൗനുഹു മുതകല്ലിമൻ, സംസാരിക്കുന്നവനായിരിക്കും. ഇനി മുസ്തഹീൽ, അതായത് ഇതിനെല്ലാം ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്നത്. മനസ്സിലാകും? മുസ്തഹീൽ അതായത് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമൊക്കെയാണ് മുസ്തഹീൽ എന്ന് പറയുന്നത്. അള്ളാഹുവിന് ഉണ്ടാകാനേ പാടില്ലാത്ത സിഫത്തുകളാണ് ഇതൊക്കെ. ആദമ്, ഹുദൂസ്, ഫനാ, അതായത് ഈ പറഞ്ഞില്ലയോ വജൂദ് എന്ന് പറയാ ഉള്ളവനായിരിക്കില്ല, ആദം എന്ന് പറയാ ഇല്ലാത്തവനായിരിക്കുക. മനസ്സിലായോ? അപ്പൊ രണ്ടാമത്തെ ഖിദാമല്ലേ, എന്താ ഉണ്ടാവലിന് പിന്നെ പണ്ടേ ഉള്ളവനായിരിക്കാന്ന്. അപ്പൊ ഹുദൂസ് എന്ന് പറയുന്നത് പുതിയതായിട്ടുള്ള ആളാവുക. മനസ്സിലായി? ഓപ്പോസിറ്റ് വരിക. മൂന്നാമത്തെ ബക്കാ ഇല്ലേ, എന്നെന്നും ശേഷിക്കുക എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ ഫന ആണ്, നശിച്ചു പോകല്. മനസ്സിലായോ? അപ്പൊ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യങ്ങൾക്കാണ് എന്ത് പറയുന്നത് മുസ്തഹീൽ. നാലാമത്തെ മുമാസലത്തുൽ ലിൽ ഹവാദിസി. ഇവിടെ നാലാമത് പറഞ്ഞ എന്താണ്? സൃഷ്ടികളോട് വ്യത്യാസമുള്ളവനായിരിക്കാന. പക്ഷെ ഇതിനകത്ത് പറയുന്നത് സൃഷ്ടികളോട് സാദൃശ്യമുള്ളവരായിരിക്കാന. മനസ്സിലായി? അങ്ങനെയാണ് അർത്ഥങ്ങൾ വരുന്നത്. മനസ്സിലാവില്ലയോ? അപ്പൊ ആദ്യമേ ഇത് എന്ത് ചെയ്യുക, പേരെങ്കിലും നമ്മളൊന്ന് പറയാൻ പഠിക്കുക. മനസ്സിലായി? അള്ളാഹു ഇത്ര സിഫത്തുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ അതിന് മറുപടി പറയാനെങ്കിൽ നമ്മൾ കഴിവുണ്ടാവുക. മനസ്സിലായി? ഇഹ്തിയാജ് അഞ്ചാമത്തത്. ആറാമത്തെ തഅദ്ദുദ്. ഏഴാമത്തത് ആജിസ്. മനസ്സിലായി? കറാഹത്ത്, ജഹ്ല്, മൗത്ത്, അമ, പിന്നെ സമം, ബക്കം, ആജിസ്, കാരിഹ്, ജാഹില്, മയ്യത്ത്. മയ്യത്ത് അപ്പൊ അതിന് 17ാമത്തെ കൗനുഹു ഹയ്യ് എന്ന് പറയാം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. അതാ പറയാം മയ്യത്താവുന്നതെന്ന് പറയാം, ഓപ്പോസിറ്റ് വരത്തില്ലോ. മയ്യത്ത്, അസം, അഅ്മ, അബ്കം, സിഫത്ത്. ഇതൊക്കെ പേരുകളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അറിഞ്ഞിരിക്കാം സിഫത്തുകളുടെ. ഇതിന്റെ വിശദീകരണങ്ങളാണ് പഠിക്കേണ്ടത്. അത് വലിയ വലിയ ഉസ്താദ്മാരുടെ ക്ലാസ്സുകളിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ജായിസ് ഒരു സിഫത്തേ ഉള്ളൂ. എന്താ? ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു. അതിന്റെ അർത്ഥവും കൊടുത്തിട്ടുണ്ട്. എന്താണ്? സാധ്യമാകുന്ന ഏത് കാര്യവും ചെയ്യലും ചെയ്യാതിരിക്കലും അള്ളാഹുവിന് ജായിസ് ആണ്. മനസ്സിലായി? അതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? സൃഷ്ടിക്കൽ, നശിപ്പിക്കൽ, മഴ പെയ്യിപ്പിക്കൽ, മഴ തടയൽ മുതലായവ അതിന്റെ ഉദാഹരണമാണ്. ഈ പറഞ്ഞത് എന്താണ്? ഇത് അള്ളാഹുവിന് ഉണ്ടാകുകയും ചെയ്യാം, ഉണ്ടാതിരിക്കുകയും ചെയ്യാം. നമ്മളെ മരിപ്പിച്ച് എന്തിനാന്ന് അള്ളാഹു ചോദിക്കാൻ പറ്റുമോ? നമ്മളെ എന്തിനാ സൃഷ്ടിച്ചത് ചോദിക്കാൻ പറ്റുമോ? ഇതെന്താണ്? ജായിസായ സിഫത്താണ്. ഇതെല്ലാം അള്ളാഹുവിന് ജായിസാണ്. അപ്പൊ ഇങ്ങനെ ഈ സിഫത്തുകളെ കുറിച്ച് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. മനസ്സിലായോ? അപ്പൊ ഇതേപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അള്ളാഹു താല നമുക്ക് നാഫിയ ഇൽമി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഈ അവസരത്തിലും നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി അള്ളാഹു താല നൽകി. അള്ളാഹു താല അതിന് എത്ര ശുക്ർ ചെയ്താൽ മതിയാവത്തില്ല. നമുക്ക് ഇതേപോലെ നമ്മൾ പഠിക്കുന്ന ഇൽമുകൾ നമ്മുടെ മക്കൾക്കും നമ്മുടെ കൂട്ടുകുടുംബാദികൾക്കും നമ്മളുമായി സഹകരിക്കുന്നവർക്കും എത്തിച്ചു നൽകണം. അള്ളാഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.